അപ്പൊ മഹല്ലിൽ ഒരു ഖുർആൻ ക്ലാസ് വേണം ജീവുള്ളത്. അപ്പൊ അതിനൊരു സമിതി ഉണ്ടായ നന്നായി. ഒരു സാംസ്കാരിക സമിതി എന്നോ മറ്റോ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ SYS-നോ SKSF-നോ ആ ഡ്യൂട്ടി കൊടുത്താലും മതി. അങ്ങനെയുള്ള ഒരു ഖുർആൻ ക്ലാസ് മഹല്ലത്തിൽ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിലനിൽക്കണം. മാസത്തിലൊരിക്കൽ മതി, അല്ലെങ്കിൽ സീസണബിൾ ആയിട്ടാലും മതി. പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ നടത്തുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നടക്കുക. പെരുന്നാൾ വരുമ്പോൾ ഒന്ന് ഉഷാറായിട്ട് നടത്തുക, റബീഉൽ അവ്വൽ വരുമ്പോൾ ഒന്ന് ഗംഭീരമാക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഖുർആൻ ക്ലാസ് സ്ഥിരമായിട്ട് നടക്കുക. രണ്ടാമത്തത് മഹല്ലത്തിൽ വേണ്ടത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഏകോപനമാണ്. ഈ മഹല്ലിൽ വിദ്യാഭ്യാസ സമിതി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടെണ്ണമായിരിക്കണം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വീട്ടിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലി എന്നത് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായിരിക്കണം. ദർസില്ലാത്ത പള്ളിക്ക് ദുആക്ക് ഇജാബത്ത് നഷ്ടപ്പെടുന്നതാണ്.